ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഒന്നൊരു ബീഫ് ബിരിയാണി തയ്യാറാക്കിയെടുക്കാമെന്ന് കേട്ടോ. പിന്നെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ബീഫ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫോളോവർ എൻ്റെ അടുത്ത് കുറേ നാളോടെ ഒരു ആഗ്രഹം പറയുന്നുണ്ടായിരുന്നേ, ചേച്ചി വയ്ക്കുന്ന ബിരിയാണി എനിക്ക് അവൾക്ക് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇങ്ങോട്ട് വാ, ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ. അപ്പോൾ ആളിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനോട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു. പിന്നെ റൈസ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഒരു കുക്കറിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കിലോളം ബീഫ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8-10 പേർക്ക് കഴിക്കാൻ പറ്റുന്നൊരളവിനാണ് ഈ ഒരു ബിരിയാണി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഒരു 1.5 കിലോ ബീഫ് ഇത് വെള്ളം കളഞ്ഞിട്ട് കുക്കറിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 സവാള ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചയ്ക്കാണ് കേട്ടോ ഞാൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പൊരിച്ചിട്ടും ചേർക്കാറുണ്ട് അവസാനം സവാള. അപ്പോൾ ആദ്യം നമുക്ക് പച്ചയ്ക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 സവാള നരിഞ്ഞത് പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം പട്ട, ഞാൻ എപ്പോഴും ബിരിയാണിക്ക് ശ്രീലങ്കൻ പട്ടയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ ബിരിയാണിക്ക് തരുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകമൊക്കെ ചേർത്തിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ. പിന്നെ 2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഉടച്ചൊന്ന് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെയൊക്കെ വേണ്ടി നന്നായിട്ട് ഞരടി ഒന്ന് ഉടച്ചൊന്ന് എടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ഇനിതാ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 6-7-8 വിസിൽ കൊടുത്തിട്ട് ഈ ഒരു ബീഫ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിൻ്റെ മുറ്റനുസരിച്ചിട്ടാണ്. അപ്പോൾ നല്ല വേവുള്ള ഇറച്ചി കാണുന്നുണ്ടെങ്കിൽ ഒരു 6-7-8 കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2-3-4 വിസിൽ വന്നതിന് ശേഷം പ്രഷർ വരില്ല. ആ സമയത്തൊന്ന് ഫ്ലെയിം കുറച്ചൊന്ന് അരമണിക്കൂർ അങ്ങനെ വെച്ചിരുന്നാലും ബീഫ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു 6-7 വിസിൽ കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കാനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് ഒന്നിരുന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിനി മസാലയും കൊണ്ടൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ മസാല ഞാൻ ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഒരു പാത്രമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല അടികെട്ടിയുള്ളൊരു ഉരുളിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 സവാള തന്നെ സ്ലൈസ് ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തിട്ട് കുറച്ച് സവാള ഞാൻ ഒന്ന് പൊരിച്ചൊന്ന് മാറ്റി കേട്ടോ. ബാക്കിയിലാണ് പിന്നെ നമ്മൾ മസാല തയ്യാറാക്കി എടുക്കുന്നത്. ഒരു 3 സവാള നമ്മൾ ആദ്യം ബീഫിൻ്റെ കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു 3 സവാള സ്ലൈസ് ആക്കിയത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. ബീഫിൽ നിന്നൊക്കെ പ്രഷർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 6-7 ആവുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിടും. അപ്പോൾ അതിനിടയ്ക്ക് ഇനി വേറെ എണ്ണ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഓയിലിൽ തന്നെ ഞാൻ ഒന്ന് കാഷ്യൂസും റൈസിൻസൊക്കെ ഒന്ന് വറുത്ത് കോരിന്ന് മാറ്റുന്നുണ്ട്. ആ ഒരു ഉള്ളിലേക്കൊന്ന് ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഞാൻ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ആ നടുഭാഗത്ത് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കൂടി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഒരു കാഷ്യൂസും റൈസിൻസൊക്കെ ഒന്ന് വറുത്തൊന്ന് മാറ്റുന്നത്. ആ കാഷ്യൂസും റൈസിൻസൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. വീണ്ടും ആ ഒരു സവാള നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ. കുറച്ചൊന്ന് മാറ്റാം ഫ്രൈ ആക്കിയതിന് ശേഷം. ബാക്കി നമ്മൾ മസാലയ്ക്കായിട്ട് എടുക്കുന്നുണ്ട്. ഉള്ളി ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് നല്ലോണം ഒന്ന് ബ്രൗൺ ആക്കിയിട്ടൊന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് ആ ഒരു അവസാനം ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി നമുക്ക് ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഇനി ആ ഒരു സെയിം ഓയിലോട്ട് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ചതച്ചതാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 5 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 പച്ചമുളക് വേണം. പിന്നെ 2 വലിയ പീസ് ഇഞ്ചി, 15 ചെറിയുള്ളി. ഇത്രയാണ് കേട്ടോ തൊലി കളഞ്ഞ് ഞാൻ ചതച്ച് വെച്ചത്. ആദ്യം നമ്മൾ കുറച്ച് ആ ഒരു ബീഫ് വേവിക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കറിലോട്ട്. പിന്നെ അതാ ബാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം. വളരെ 1-2 ടീസ്പൂൺ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് റൈസിന് വേണ്ടിയിട്ട്. പിന്നെ അതാ 2 തക്കാളിയും 2-3 തൊണ്ടൻ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു പച്ചച്ചുവ മാറി വന്നതിന് ശേഷം വേണം നമ്മൾ തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു മസാല ഉണ്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കാം. തക്കാളി കുറച്ചൊന്ന് ഉടഞ്ഞു വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു
നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ടല്ലോ, ഈ ഒരു പാത്രത്തിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടും, ബീഫ് നന്നായിട്ടൊന്ന് കുക്കാവുകയും ചെയ്യും കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു 1/4 കപ്പോളം തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കട്ട തൈരാണ് ഇടുന്നില്ല, 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ഈ ഒരു ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, തൈര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പൊതുവേ അങ്ങനെ തൈരങ്ങനെ ചേർക്കാറില്ല ബിരിയാണിക്ക്, വല്ലപ്പോഴും മാത്രം തോന്നുന്നെങ്കിൽ മാത്രമേ ആ ഒരു തൈരൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. ബിരിയാണിക്ക് തൈര് ഒഴിക്കണം എന്നങ്ങനെ നിർബന്ധവുമില്ല, എങ്കിലും ഒരു ചെറിയൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തതാണ്. ഒരു 1/4 കപ്പോളം തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ ഒരു മട്ടനും ഈ ഒരു ബീഫിനൊക്കെ തൈര് ചേർക്കുന്നതുകൊണ്ട് ഒരു ഗുണമെന്ന് വെച്ചാൽ ആ ഒരു മീറ്റ് ഉണ്ടല്ലോ നന്നായിട്ട് സോഫ്റ്റായി വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു മസാല ഒന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്കിനി റൈസും കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളിയൊക്കെ ചതച്ചതാണ് 1 ടീസ്പൂണും പിന്നെ ഒരു 3-4 തൊണ്ടൻ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് സാജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിക്കെല്ലാം ഈ ഒരു സാജീരകം ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും റൈസിന്, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കഷ്ണം പട്ട, ഒരു 3-4 ഏലക്ക, 3-4 ഗ്രാമ്പു, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം സാജീരകം, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കൈമ റൈസ് ഞാൻ ഇവിടെ 4 കപ്പാണ്. നമ്മൾ സാധാരണ കോഫി മഗ്ഗില്ലേ ചായയൊക്കെ കുടിക്കുന്ന ഒരു വലിയ കപ്പ്, അതിനൊരു 4 കപ്പ്, അതായത് നമ്മൾ 250 ml കപ്പ് അളവില്ലേ അതിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതലാണ്, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 കിലോ ബീഫ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് ഒരു 4 കപ്പ് കൈമാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്താണ്. അങ്ങനെ കുതിർത്തൊന്നും എടുത്തിട്ടില്ല. റൈസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മാറ്റി വയ്ക്കും, വെള്ളമൊക്കെ കളഞ്ഞിട്ടങ്ങ് മാറ്റി വയ്ക്കും. ആ ഒരു ചെറിയ വെള്ളത്തിൽ ഇരുന്നിട്ട് തന്നെ റൈസ് ഒന്ന് കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൈമ റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എനിക്കെപ്പോഴും ഈ ഒരു കമൻറ്റ് വരും കേട്ടോ, ഏതരിയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ മയിൽ എന്ന് പറയുന്നൊരു ബ്രാൻഡിലെ അതിൻ്റെ കൈമാരിയാണ് കേട്ടോ, ജീരകശാല കൈമ റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല ഫ്ലേവറാണ് കേട്ടോ റൈസ്. അതുപോലെ തന്നെ അത് കുക്കായി വരുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും റൈസ്, നല്ല മണവും രുചിയൊക്കെ ഉള്ളൊരു റൈസ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എപ്പോഴും നമ്മൾ ഒരു നെയ്ച്ചോറ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് റൈസ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും. നമ്മൾ റൈസ് ദമ്മിട്ട് ഒരു ബിരിയാണി നമ്മൾ ദമ്മൊക്കെ ഇട്ടെടുത്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തെടുക്കണം. മസാലയ്ക്ക് നമുക്ക് ഓൾറെഡി ഉപ്പ് വേണം. എങ്കിൽ നമ്മൾ ഈ ഒരു ബിരിയാണി ഈ ഒരു നെയ്ച്ചോറ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം ഒഴിക്കുന്ന സമയത്ത് തിളപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിൽ നിർത്തി വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആ ഒരു ഉപ്പ് നമുക്ക് അറിയണം, ഉപ്പുണ്ട്, ഉപ്പ് കൂടുതലാണെന്നുള്ള ഒരു ഫീല് തോന്നണം. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഉപ്പ് വേണം, എങ്കിൽ മാത്രമേ നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. 4 കപ്പ് റൈസിന് 8 കപ്പ്, 1:2 അങ്ങനത്തെ അളവാണ് കേട്ടോ. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിൽ 4 കപ്പ് അരിക്ക് ഞാൻ 8 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകമാണോ ചെക്ക് ചെയ്യാം. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉപ്പ് നമ്മൾ കറക്റ്റ് പാകമാവുന്നില്ല കേട്ടോ ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉപ്പ് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 10 തൊട്ട് 15 മിനിറ്റ് അതിനുള്ളിൽ തന്നെ റൈസ് കുക്കായി കിട്ടും. ആദ്യത്തെ ഒരു 8 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരും. ആ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് അടച്ച് വെച്ച് വീണ്ടും ഒരു 8-10 മിനിറ്റും കൂടെ ഒന്ന് അങ്ങനെ അടച്ചൊന്ന് മാറ്റി വെക്കണേ. അപ്പോൾ ഒരു റൈസ് നന്നായിട്ട് ഉള്ളരിയൊക്കെ ഒന്ന് കുക്കായിട്ട് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഇനി ഒരു മസാലയും കൂടെ നോക്കാം എന്തായെന്നുള്ളത്. നല്ല ചൂടുണ്ട് കേട്ടോ, അത്രയും നല്ല സമയം ആവിലൊന്നും വെന്തതല്ലേ, അപ്പോൾ അതിൻ്റെ നല്ലൊരു ചൂടുണ്ടായിരുന്നേ. ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് നോക്കാം ബീഫൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ഏകദേശം ഒന്ന് പാകമായെന്ന് തോന്നുന്നു. ബീഫും കുക്കായിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ചതാണ്. പിന്നെ കുറച്ചും കൂടെ ഒരു 5% ഇനിയൊന്ന് കുക്കാവാനുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇതായി ഒരു പാനിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്.
പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല എന്ന് ഗരം മസാല എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. ഒരു പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, കുരുമുളകൊക്കെ ചേർത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല. ആ ഒരു ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയിലോട്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയില, പുതിനയില, രമ്പയില അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. രമ്പയില ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ അതാ മസാല സെറ്റാണ്. ഇനി നമുക്കിത് റൈസും റെഡി ആയിട്ടുണ്ട്. റൈസിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ദമ്മിട്ടെടുക്കാം കേട്ടോ. ഒരു 15 തൊട്ട് 20 അല്ലെങ്കിൽ 30 മിനിറ്റ് ഇതിനിടയ്ക്ക് നമ്മൾ ദമ്മിട്ടെടുക്കാം. റൈസൊക്കെ ഒരുപാട് കുക്കായി പോയിന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം ദമ്മിട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ദമ്മിട്ട് വെച്ചാൽ മതിയാകും. ഇതിപ്പോൾ കറക്റ്റാണ്, എങ്കിലും ഞാൻ ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് ദമ്മിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ റൈസൊക്കെ ഞാൻ ഒന്ന് നിരത്തി ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയില, പുതിനയില, രമ്പയിലൊക്കെ അരിഞ്ഞത് മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചില്ല ആ ഒരു സവാള, കാഷ്യൂസ്, റൈസിൻസ് ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, നമ്മൾ ഓൾറെഡി ആ ഒരു മസാലയിലേക്ക് ചേർത്തിട്ടുണ്ട്. എങ്കിലും വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അവസാനം ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂണോളം നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊരു വാഴയിലയോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറൊക്കെ കൊണ്ടുവന്ന് കവർ ചെയ്തിട്ട് അടച്ച് വെച്ച് ദമ്മിടുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചു. 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മസാലയ്ക്കും ചൂട് വേണം, റൈസിനും നല്ല ചൂട് വേണം. അപ്പോഴാണ് നല്ല രീതിയിൽ ദമ്മായി കിട്ടുന്നതും ഒരു നല്ലൊരു ഫ്ലേവർ റൈസിന് കിട്ടുന്നതും. അപ്പോൾ ഇതാ ഒരു 25 മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും അങ്ങ് അടപ്പുകൊണ്ട് അടച്ചിട്ടുണ്ടല്ലോ, ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ചിരിക്കണം. അപ്പോഴൊന്നും കൂടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ബിരിയാണി കഴിക്കാനായിട്ട് പറ്റും. അപ്പം ഇത് കൊണ്ടുപോകാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഒന്ന് കൊണ്ടുപോയിട്ടോ ബിരിയാണി. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് വെള്ളച്ചോറും അതിൽ പെരുന്നാളിൻ്റെയൊക്കെ അടുത്ത ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു ബിരിയാണി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ഇറച്ചിയൊക്കെ കഴിച്ചിട്ടൊരു മടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ചോറും മീനൊക്കെ കഴിക്കാനുള്ളൊരു കൊതിയായിരുന്നു കേട്ടോ. അപ്പം ഹസ്ബൻഡ് പൊതുവേ ഈ ഒരു ബീഫ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. പൊതുവേ ഇങ്ങനെ ഇറച്ചി മീനൊന്നും ഒരുപാട് കഴിക്കാത്ത ആളാണ്. അപ്പം അതിൻ്റെയൊക്കെ കറികൾ മാത്രമേ കഴിക്കുകയുള്ളൂ. ബീഫാണെങ്കിൽ ഒട്ടും അതിൻ്റെ ഒരു കറിയ ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പം ഞാനും പിള്ളേരൊക്കെ കുറച്ച് കഴിച്ചു ബിരിയാണി, ബാക്കി ആ കുട്ടിക്ക് കൊടുത്തേച്ചു. പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചോറും പിന്നെ മുരിങ്ങയ്ക്ക വെച്ചിട്ടുള്ള ഒരു തോരനും അവിയൽ പോലെ തയ്യാറാക്കിയിട്ടുള്ളതായിരുന്നേ. പിന്നെ കറിയും നെത്തോലി മീൻ പൊരിച്ചതൊക്കെ വെച്ച് ഹസ്ബൻഡിന് കൊടുത്തു. പിന്നെ അതായത് മോള് കഴിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. അവളിങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്നാലും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. എങ്കിലും നല്ല ബിരിയാണി എന്നാണ് മോള് പറഞ്ഞത്. അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ബീഫ്. അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൊണ്ടുപോയി ആ കുട്ടിക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. അവളുടെ വീട്ടിലുള്ള എല്ലാവരും കഴിച്ചു. അടിപൊളി ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ബീഫ് ബിരിയാണി റെസിപ്പിയും വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.